കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് കുറേ നേരം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഏകദേശം ഒരു 10-30 വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, ജീവിതത്തിൽ ആൾക്കാർ അവർക്ക് കൂടുതൽ പേഷ്യൻസും വന്നിട്ടുള്ളത് വിമർശനങ്ങളുടെ ഒരു അവസ്ഥ എത്തുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ മാനസിക വിഭ്രാന്തിയിലേക്ക് പോലും എത്തുന്നതെന്നുള്ളത്. കൂടുതലും ഈ ഡ്രഗ്സിനെയും മദ്യപാനത്തിനെയും കാട്ടില്, എസ്പെഷ്യലി സ്ത്രീകൾ. ഞാൻ ചോദിച്ചു, നിങ്ങളപ്പം ഇവർക്ക് എന്ത് പരിഹാരമാണ് കൊടുക്കാറുള്ളത്? നിങ്ങൾ അവർക്ക് എന്തായിരിക്കും അവരോട് പറഞ്ഞ് അവരുടെ മാനസിക അഭിഭ്രാന്തിയെ മാറ്റാൻ എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഓരോരുത്തരുടെ വാല്യൂ പോലാണ് ഓരോരുത്തർ ജഡ്ജ് ചെയ്യുന്നതെന്ന്. ഇപ്പം ആധ്യാത്മതയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് അതൊരു വിമർശനം ആയിത്തീരാം. ആധ്യാത്മിക പാതയിൽ ഇറങ്ങുന്നവരെല്ലാം എന്തോ ഒരു ബലഹീനരാണ്, അല്ലെ അവർക്ക് എന്തോ ഒരു കഴിവില്ല, അതുകൊണ്ട് അവർ ഈ പാത്ത് തിരഞ്ഞെടുക്കുന്നു എന്ന് അവർ ചിന്തിക്കുക. അത് അവരുടെ ഒരു വാല്യൂ ആണ്. അവർ കണ്ടിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതും ഇങ്ങനെയാണ്. ഇത് പ്രകൃതി മനുഷ്യനുമല്ലേ. അപ്പം അറിവെല്ലാം തന്നെ പരിമിതമാണ്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിയുമ്പം ഇതിലെന്തോ ഒരു കാര്യമുണ്ട്, ഇതിലെന്തോ ഒരു അർത്ഥമുണ്ട്. അപ്പം ആ ജഡ്ജ്മെൻറ്റിൽ എന്തോ ഒരു വാല്യൂ ഉണ്ടാവും. ഇങ്ങനെ തന്നെയാണ്, വാല്യൂ അനുസരിച്ചാണ് ഓരോരുത്തരും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർ കൊടുക്കുന്ന പരിഹാരം. അത് ശാശ്വതമാണ്, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ചിന്താരീതിയെ മാറ്റണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന സ്പന്ദനത്തെ നിങ്ങൾ തൊടണം. നിങ്ങളുടെ ജീവനൊരു സ്പന്ദനമുണ്ട്. ആ സ്പന്ദനത്തിന് എന്നും സ്ഥിരതയുള്ളൊരു ഗുണമുണ്ട്. അതേ ശാശ്വതമായി നിൽക്കുള്ളൂ. അതിനുള്ളൊരൊറ്റ മാർഗം ധ്യാനമാണ്. ധ്യാനം മാത്രമേ നമ്മുടെ സ്ഥിരതയുമായി നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. മറ്റേ മൂല്യങ്ങളെ നമ്മൾ മാറ്റിയാലോ, നമ്മുടെ ചിന്തകൾ കൊണ്ട് എന്തിനെ തിരുത്തിയാലോ ഇതിലൊന്നും പരിഹാരം ഉണ്ടാവില്ല.